രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും ഏറ്റവും അധികം സ്വാധീനമുള്ള യുപിയിലെ അമേഠിയിലും റായ്ബറേലിയിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ ഇരു മണ്ഡലങ്ങളിലും വിജയക്കൊടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ അവിടെ ഗുണം ചെയ്തേക്കും. റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എസ്-പിയുടെ പക്കലാണ്. മണ്ഡലത്തിൽ ഗാന്ധി കുടുംബത്തിനുള്ള സ്വീകാര്യതയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും ജയം ഉറപ്പിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേഠിക്ക് പിന്നാലെ റായ്ബറേലിയിലും തോൽക്കുന്നത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ സർവ്വകരുത്തുമെടുത്താണ് ഇക്കുറി കോൺഗ്രസ് പോരിനിറങ്ങിയത്. 2019 പരാജയപ്പെട്ട അമേഠിയിൽ ഇക്കുറി രാഹുൽ മത്സരിക്കാത്തത് പ്രവർത്തകരെ നിരാശരാക്കിയിട്ടുണ്ടെങ്കിലും ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയ്ക്ക് മണ്ഡലത്തിലുടനീളം സ്വാധീനമില്ല. എന്നാൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ ഊർജിത പ്രചാരണവും പ്രാദേശിക ബി.ജെ.പി. നേതൃത്വവുമായി സ്മൃതി ഇറാനി അകന്നതും കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും പാർട്ടി കരുതുന്നുണ്ട്. അതേസമയം 5ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ കാര്യം അല്പം നിരാശയിലാണ്. 5ാം ഘട്ടത്തിൽ പൊതുവെ തണുപ്പൻ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നും ഉണ്ടായത്. മഹാരാഷ്ട്രയിലാണ് ഇതുവരെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 48.8%. ബംഗാളിലെ ബരാക്പൂർ, ബോങ്കാവ്, ആറാംബാഗ്, ഹൗറ എന്നീ മണ്ഡലങ്ങളിൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. വോട്ടെടുപ്പ് സുഗമമായിരുന്നു എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചുവെങ്കിലും രാവിലെ 11 മണിവരെ 1000 പരാതികളാണ് ഇവിഎം തകരാറിലായെന്നും ഏജന്റുമാരെ ബൂത്തുകളിൽ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞെന്നും ആരോപിച്ച് ലഭിച്ചത്. ആരാംബാഗ് സീറ്റിൽ തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പി. അനുഭാവികളും തമ്മിൽ ഏറ്റുമുട്ടി. ഹൂഗ്ലി സീറ്റിൽ ബി.ജെ.പി. സിറ്റിംഗ് എം.പിയും സ്ഥാനാർത്ഥിയുമായ ലോക്നാഥ് ചാറ്റർജി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും മുദ്രാവാക്യവും നേരിട്ടു. ഭരണകക്ഷി പ്രവർത്തകർ വോട്ട് ചെയ്യാൻ ആളുകളെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന 49 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കായിരുന്നു 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ബീഹാർ, ജമ്മു കശ്മീർ, ലഡാക്ക്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയായിരുന്നു 5ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. മുംബൈ, അമേഠി, താനെ, ലക്നൌ തുടങ്ങിയ പ്രമുഖ നഗരങ്ങൾ വോട്ടെടുപ്പിന് സാക്ഷ്യം വഹിച്ചു. ഇനി ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുകയെന്ന് ജൂൺ 4-ന് അറിയാം.